അന്ന് ഹെലികോപ്റ്ററിനെ വിമർശിച്ച ചിലർ ഇന്ന് ആ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു. അതുപോലെ ഹെലികോപ്റ്റർ എന്തിനാണ് വാങ്ങിച്ചത് എന്ന് പോലും പരിഗണിക്കാതെ നിശിതമായി വിമർശിച്ച ഗവൺമെന്റിനെ തന്നെ നിശിതമായി വിമർശിച്ചവർ ആണ് ഈ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് ഇന്ന് പുറകെ നടക്കുന്നത്. എന്താണ് ഈ വാർത്ത കേട്ടിരുന്നോ? കണ്ടിരുന്നു. ഇത് നമുക്ക് ആർക്കും അങ്ങനെ ഒരിക്കലും അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് കണ്ടിട്ട് കയ്യും കെട്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് മൗനം ആചരിക്കാൻ പറ്റുന്നത്? നമ്മളുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇന്നലെ പലയിടങ്ങളിൽ കോട്ടയം, ഇടുക്കി, അങ്ങനെ അങ്ങനെ നിരവധി ഒട്ടുമിക്ക ജില്ലകളിലും വെള്ളം കയറി അരയ്ക്കു മുകളിലാണ് കയറുന്നത്. എത്ര വീടുകളാണ് തകർന്നത്? ഇന്നത്തെ പത്രമൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വീടുകളാണ് എത്രത്തോളം തകർന്നത്. അത് 2 നില വീടുകളൊക്കെയാണ്. ആ വീട് നിന്ന സ്ഥലത്ത് ഇന്നൊരു പുൽക്കൊടി പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വെള്ളത്തോടെ ആളുകൾ ഒരു ചേട്ടൻ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മളുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രൈവറ്റ് ആവശ്യത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവിനെ കാണാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് അല്ലേ, ഇപ്പം കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ധൂർത്താണെന്നാണ് പറഞ്ഞത് അല്ലേ, ധൂർത്തടിക്കുന്നു, മുഖ്യമന്ത്രി ധൂർത്തടിക്കുന്നു എന്ന് ഈ വി ഡി സതീശനും അണികളും എന്ന് പറഞ്ഞാൽ യു ഡി എഫ് നേതാക്കളും എല്ലാവരും ഉന്നയിച്ചൊരു കാര്യമായിരുന്നു. പിണറായി വിജയൻ തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ധൂർത്തടിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം അവിടെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി, വി ഡി സതീശന് തിരിച്ചടിയായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പല സ്ഥലങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപനമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അവിടെ മുസ്ലിം ലീഗ് നേതാവിൻ്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അതിനെ മറ്റേ ഈ വി കെ പ്രശാന്ത്, നമ്മളുടെ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടിരുന്ന ഉണ്ടായിരുന്നു. അവിടുത്തെ മേയറായിരുന്നു വി കെ പ്രശാന്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ലെഗ് പീസ് ഇങ്ങെടുക്കുക എന്നാണ് പറയുന്നത് അല്ലേ. വി ഡി സതീശനെ കളിയാക്കുന്നതാണ്. ആ സൽക്കാര വിരുന്നിൻ്റെ ചിത്രം നമ്മളെല്ലാവരും കണ്ടാണ്. അപ്പോൾ അതിൽ അടിയിൽ വന്ന് കമൻറ്റ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ആ ലെഗ് പീസ് ഇങ്ങെടുക്കാനാണ് പുള്ളി പറയുന്നത്. എന്ത് അല്ലേ, ഉറപ്പായിട്ടും അത് നമുക്ക് എങ്ങനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നമ്മളുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്തരം സാഹചര്യം കേരളത്തിൽ നേരിടുമ്പോൾ ഇങ്ങനെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ. അതുപോലെ വിഷ്ണു നോക്കേണ്ട, നമ്മൾ കഴിഞ്ഞ സർക്കാർ എന്തുകൊണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനൊക്കെ ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ഈ പറയുന്നത് പോലെ പോലീസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ പെട്ടെന്ന് എത്തിപ്പെടേണ്ട സ്ഥലങ്ങളുണ്ടാവും, അങ്ങോട്ട് പെട്ടെന്ന് എത്താൻ. അതുപോലെ അവയവമാറ്റ, ഇപ്പോൾ ശസ്ത്രക്രിയയൊക്കെ ഹൃദയ ശസ്ത്രക്രിയക്കൊക്കെ വേഗം എത്തിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്തേക്കൊക്കെ തന്നെ ജോ ജോസഫ് തൃക്കാക്കരയിൽ മുൻ ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു, LDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഒരു ഹൃദയമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അതിങ്ങനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർത്തു പോകുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്ന ആവശ്യങ്ങളൊക്കെ പ്രൈവറ്റ് ആവശ്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല, തെറ്റാണെങ്കിൽ നമുക്ക് നോക്കാം. പ്രൈവറ്റ് ആവശ്യങ്ങളൊന്നും കണ്ടിരുന്നില്ല. ഈ പറയുന്ന ദുരന്ത നിവാരണം ഏകോപിപ്പിക്കാനും ഈ ശസ്ത്രക്രിയയ്ക്കും മറ്റുമൊക്കെയാണ് അന്ന് ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ചിരുന്നത്. വിഷ്ണു പറഞ്ഞതുപോലെ അന്ന് ധൂർത്തെന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷമായിരുന്നു ഇന്ന് സർക്കാരായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അന്ന് ധൂർത്തായിരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഒരാവശ്യമായി മാറുന്നതാണ് എൻ്റെ സംശയം. നിലപാടുകളിൽ തന്നെ വന്ന മാറ്റമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അന്ന് പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇന്ന് ഭരണപക്ഷത്ത് വരുമ്പോൾ അവിടെ ഒരു മാറുകയാണ്, അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് ആവുകയാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അന്ന് വി ഡി സതീശൻ മാത്രമല്ല, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ എല്ലാവരും ഇതിനെ, ഇപ്പോൾ VT ബൽറാം ഒക്കെ ഇതിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ഇതൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കുന്നുണ്ട്. അവർക്ക് ആർക്കും മിണ്ടാൻ പറ്റുന്നില്ല. മുരളീധരൻ എങ്ങനെയാണ് വിമർശിച്ചേക്കണമെന്ന് അറിയോ? അത് ഇപ്പോൾ കാറ് പോണ സമയത്ത് അങ്ങനെ കാറിൽ പോവും, ഇപ്പോൾ വിമാനം പോവുകയാണെങ്കിൽ നമ്മൾ വിമാനത്തിലും പോകും എന്നുള്ള വിമർശനവുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ന്യായീകരിക്കുക? അപ്പോൾ അദ്ദേഹം ഈയിടെയായിട്ട് പല കാര്യങ്ങളും ന്യായീകരിച്ച് വരുന്നുണ്ട് അല്ലേ. ചില കാര്യങ്ങളൊക്കെ
കറണ്ട് പോയാലും കുഴപ്പമില്ല എന്ന് കറണ്ട് പറയുന്നത്. വന്നിട്ട് നമുക്ക് ശസ്ത്രക്രിയ ഇവിടെ ഇപ്പൊ വിഷ്ണു പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ അങ്ങിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒരു ബ്രീഫിംഗ് വിളിക്കുകയോ മീഡിയ ബ്രീഫിംഗ് വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ഏതൊക്കെ പ്രദേശത്ത് എത്തി എന്നുള്ളത് നമുക്ക് സംശയമാണ്. എന്തോ ആയിക്കോട്ടെ, ഈ ഒരു സമയത്ത് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ പറ്റാതെ ഈ യാത്ര തടസ്സമായതുകൊണ്ട് അദ്ദേഹത്തിന് തിരികെ പോകേണ്ട സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഇവിടെ നിന്നാ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരാൻ അവിടെ വന്നപ്പോ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ അവിടുന്ന് തിരിച്ചു നേരെ തിരുവനന്തപുരത്ത് വന്നു. പിന്നെ സൗകര്യം ഓക്കെ ആയപ്പോ പിന്നെ കൊച്ചിയിലേക്ക് പോയി. അപ്പൊ ഇതാണ് ഈ ഓടിച്ചു കളിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതുമൂലം ഇത് സാധാരണക്കാരന്റെ ഖജനാവിൽ നിന്നല്ലേ ഈ പൈസ പോകുന്നത്. നമ്മളുടെയും എന്റെയും താങ്കളുടെയൊക്കെ നികുതി എടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ പിണറായി വിജയൻ ഇത് ചെയ്തെങ്കിൽ തെറ്റാണ് എന്ന് പറയുന്ന ജനങ്ങൾ ഇവിടെയും തെറ്റാണ് എന്ന് സൂചിപ്പിക്കുക തന്നെ വേണം. പിണറായി വിജയൻ ദൂർത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും കാണിക്കുന്ന ദൂർത്താണ് എന്ന് പറയാൻ പറ്റണം. ഇരട്ടത്താപ്പല്ല നമ്മൾ കാണിക്കേണ്ടത്. പിണറായി വിജയൻ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വി ഡി സതീശൻ ഓൾറെഡി പോയി. അപ്പോൾ അന്ന് വെറുതെ വിമർശിച്ചവരൊക്കെ തന്നെയും ഇന്ന് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അവരുടെ പ്രതികരണ ശേഷി എവിടെ എന്നുള്ളതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും ആര് തെറ്റ് ചെയ്താലും തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റണമല്ലോ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ സംവിധാനം അതും ഏറ്റവും ക്രൂഷ്യലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഒരു നമ്മൾ പറയുന്ന പോലെ വേനൽക്കാലമൊന്നുമല്ല, മഴയൊക്കെ ശക്തമായി പിടിച്ച് മഴ ഉണ്ടാവില്ല, പൊതുവെ കുറവായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയൊക്കെ പരിശോധിച്ചാൽ, കഴിഞ്ഞ ദിവസത്തെ വാർത്ത തന്നെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ദുരിതം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള. അപ്പോൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സമയത്താണ് ഇദ്ദേഹം പോയിട്ടുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ പോയതിനേക്കാളും കൂടുതൽ ഞാൻ വിചാരിക്കുന്നത് പോയതിനേക്കാളൊക്കെ പോയി, ഓക്കെ ആയിക്കോട്ടെ, പക്ഷേ ഏത് ഘട്ടത്തിൽ അദ്ദേഹം പോയി എന്നുള്ളതാണ്. അതെ 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 ഈ പറയുന്ന ഹെലികോപ്റ്റർ ആവശ്യമായൊരു ഘട്ടത്തിലാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിനെ എങ്ങനെയാണ് നമുക്ക് നേരിൽ കാണുമ്പോൾ തന്നെ ഈ ഒരു അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പോയിട്ടുള്ളത് അല്ലേ? കേരളം അധികാരത്തിൽ 102 സീറ്റോടെ അധികാരത്തിൽ വന്ന് ഇത്രയും ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ സാധാരണക്കാർ പുതുയുഗ കേരളം എന്ന ആശയത്തോടെ മുന്നേറിയ ആളുകളാണ്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മളറിയാം, ഇപ്പോൾ അധികാരത്തിൽ കയറി ഇപ്പോൾ നിരവധി കാര്യങ്ങളൊക്കെ അവർ നടപ്പിലാക്കി തുടങ്ങി. അവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ അവർ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, സാധാരണക്കാരൻ വെള്ളത്തിനടിയിലാവുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ മേൽക്കൂര നമ്മൾ ആലോചിച്ച് നോക്കും, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരാളൊരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിലെ ഒരു പകുതി ഭാഗമെങ്കിലും അവൻ എടുത്തിട്ടല്ലേ അവനൊരു വീട്. തീർച്ചയായിട്ടും ഒരു സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം, അതെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം വീട് എന്ന് പറയുന്നത് അവന്റെ അധ്വാനം തന്നെയായിട്ട് അതാണ് മാറാറ്. അപ്പോൾ ആ വീടാണ്, അങ്ങനെ ഒരു വീടാ, 2 നില വീടെന്തോ ആണ് ഇന്നലെ തകർന്ന്. ആ വീട് അവിടെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നില്ല, ഒരു പുല്ല് മുളച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് അവിടെ തോന്നുന്നത്. കണ്ടിട്ട് നമുക്ക് തന്നെ ഒരുപാട് വിഷമമാവും. അപ്പോൾ ആ വീട്ടിൽ കിടന്നുറങ്ങിയ ഒരാൾ, ഇന്നലെ 3 കുഞ്ഞുങ്ങളാണ് 2ഉം 3ഉം വയസ്സുള്ള കോട്ടയം മലപ്പുറം ജില്ലകളായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മരിച്ചിട്ടുള്ളത്, ഈ വെള്ളപ്പൊക്കം കാരണം മരിച്ചു പോയിട്ടുള്ളത്. 2 അല്ലാതെ കുറേ നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് കാണാൻ പറ്റുന്നില്ല? ഒരു വാർത്താ സമ്മേളനം ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചോ? ഇല്ല. ഒരു വാർത്താ സമ്മേളനം പോലും മുഖ്യമന്ത്രിക്ക് വിളിക്കാൻ സാധിക്കുന്നില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ. കേരളത്തിൻ്റെ ഒരു പ്രളയസംബന്ധ, എനിക്ക് തോന്നി ഒരൊറ്റ ദിവസം പെയ്ത മഴയെന്ന് പറയുന്നത് കേരളത്തെ ഇത്രയും മുക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ, 33 ലിറ്റർ കൂടുതൽ മഴ പത്തനംതിട്ടയിലാണ് പെയ്തത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലും മുഖ്യമന്ത്രി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്, അത് പൊതുജനത്തിന്, അത് അവർക്ക് വോട്ട് ചെയ്ത, അല്ലെങ്കിൽ അവരെ വിജയത്തിലേക്ക് 102 സീറ്റ് എന്ന വിജയത്തിലേക്ക് എത്തിച്ച പൊതുജനങ്ങൾക്ക് അവർക്ക് എങ്ങനെയാണ് നോക്കി നിൽക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ മനസാക്ഷിയോടെ അത് സാരമില്ല, നമ്മളുടെ മുഖ്യമന്ത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. അത് ചോദ്യം ചെയ്യണം. മുഖ്യമന്ത്രി ഈ പറയുന്ന വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് തിരുത്തും എന്നാണ് നമ്മൾ. അതെ, ഉറപ്പായിട്ടും. അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണത് ഇപ്പോൾ KSU ഇപ്പോൾ ഈ അടുത്ത് നിരവധി കാരണങ്ങൾ ആയി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത ഒക്കെ നമ്മൾ കണ്ടാണ്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടും പലതും. ഇതും ചോദ്യം ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്, അതല്ലേ വേണ്ടത്? നമ്മൾ പല കാര്യങ്ങളും ചോദ്യം ചെയ്യണമെന്ന്. ഇപ്പോൾ പ്രതിപക്ഷ സ്വരങ്ങളെല്ലാം ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടപ്പോൾ KSUവും കൃത്യമായി ചോദ്യം ചെയ്യണം, കൃത്യമായൊരു നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്
ധൂർത്ത് ആര് ചെയ്താലും അത് തെറ്റ് തെറ്റാണ്. തന്നെയാണ്. അത് ഭരണപക്ഷത്തിരിക്കുമ്പോഴായാലും പ്രതിപക്ഷത്തിരിക്കുമ്പോഴായാലും ഏത് വ്യക്തി ചെയ്താലും ഒരുപോലെ നമ്മൾ പ്രതിരോധിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.